നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നത്. പച്ചക്കള്ളമാണ്. കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടത്താടുകളുടെ കാലത്താണ്, 1960-ലാണ്. അത് വാർദ്ധക്യകാല പെൻഷനാണ് ആദ്യം കൊടുത്തത്. പിന്നെ 63-ൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷൻ കൊടുത്തു. ഏത് പെൻഷൻ കൊടുത്തത്? അച്യുതാനന്ദന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 300 രൂപയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് 600 രൂപയും പിന്നെ അത് 1000 രൂപയും. കേട്ടല്ലോ, സതീശൻ സാർ പറഞ്ഞത് കേട്ടല്ലോ. അങ്ങനെ പിണറായി സാറിന്റെ പിത്തളാട്ടൊന്നും ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഈ പെൻഷനൊക്കെ കൊടുത്തു തുടങ്ങിയത് നായനാരാണെന്ന് വെറുതെ ബഡായും പറഞ്ഞ് ഈ കമ്മികൾ ഇവിടെ നടക്കണ്ടെന്നും അതങ്ങ് പട്ടം താണുപിള്ളയുടെ കാലം മുതലേ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നും ഈ കമ്മികൾ മനസ്സിലാക്കണമെന്നാണ് സതീശൻ സാർ പറഞ്ഞതിൻ്റെ ചുരുക്കം. അയ്യോ, അപ്പൊ ഈ സതീശൻ സാർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇതാണോ അതിൻ്റെ സത്യം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മികളെന്നാണ് പൊതുവേ ഈ കോൺഗ്രസ്സുകാർ അവരെ വിളിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മളും അന്വേഷിച്ചു പോയി ഈ പട്ടം താണുപിള്ളയുടെ കാലത്തെങ്ങാനും കൊടുത്തിട്ടുണ്ടോ. നമ്മൾ തിരഞ്ഞ രേഖകളൊന്നും പട്ടം താണുപിള്ളയുടെ രേഖകളൊന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, രണ്ടാമത് സതീശൻ സാറ് പറഞ്ഞത് ആർ ശങ്കറിന്റെ കാലത്താണ് ഈ പെൻഷൻ എന്നൊരു സങ്കല്പമൊക്കെ കേരളത്തിൽ വന്നത്. ഈ ഗവൺമെൻറ് ജീവനക്കാർക്കടക്കം പെൻഷൻ തുടങ്ങി വെക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരു പെൻഷൻ സമ്പ്രദായം 1962 കാലത്താണ് തുടങ്ങി വയ്ക്കുന്നത്. ആ കാലത്ത് തന്നെ ഈ വിധവാ പെൻഷൻ അത്തരം കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ആർ ശങ്കറിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചു എന്നുള്ളത് വളരെ സത്യമായ പരമാർത്ഥമാണ്. എന്നാൽ ഈ കമ്മികളെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഈ സ്പേസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ശരിപക്ഷം തേടിയുള്ള ഈ യാത്രയിൽ നിങ്ങളും പങ്കാളികളാവണം. അതുകൊണ്ട് നല്ലൊരു സംവാദ ഭൂമികയാക്കി ഒരു ഇടമാക്കി ഇതിനെ മാറ്റണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കമൻറ്റ് ബോക്സിലിടുക. യോജിച്ചാലും വിയോജിച്ചാലും അത്തരം കമൻറ്റുകളിട്ട് നിങ്ങളുടെ അറിവുകൾ കൂടി പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ സതീശൻ സാർ പറഞ്ഞതാണ് നമ്മുടെ തുടക്കം. ഒരു വൈകുന്നേരത്ത് പിണറായി സഖാവ് പൊട്ടിച്ച ഒരു അമുട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരെ പ്രത്യേകിച്ചും ഇടതുപക്ഷം LDF ആഹ്ലാദ ചിത്തരായി ആനന്ദ നൃത്തമാടുകയാണ്. കാരണം പിണറായി 3.0 ഉറപ്പിച്ചു അത്രേ. ഇനിയൊരു പിന്നോട്ടില്ല. ഇവിടുത്തെ ഏതാണ്ട് 3-3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് 1.25 കോടിയോളം വരുന്ന ജനസംഖ്യയ്ക്ക് ഏതെങ്കിലും രൂപത്തിലൊരു പെൻഷൻ എത്താത്ത വീടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം കവറേജ് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്ട് 60 ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ, ചെറുപ്പക്കാരുടെ പുതിയൊരു പെൻഷൻ. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ സമൂഹത്തിലെ ഒരു 1/3 ജനങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് കിട്ടുന്നു. അതെന്തായാലും വോട്ടിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ 2026 ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് LDF പറയുന്നത്. എന്നാൽ അങ്ങനെ സതീശൻ സാറ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. എന്താണ് ഈ ക്ഷേമ പെൻഷൻ്റെ ഒരു യഥാർത്ഥ നിജസ്ഥിതി എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഇവരാര് പറയുന്നതാണ് ശരി എന്നൊന്ന് നമുക്ക് അന്വേഷിച്ച് പോകാം. നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റു തുടങ്ങി വെച്ചത് ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പത്തിൽ നിന്ന് തന്നെയായിരുന്നു. കാരണം റഷ്യയൊക്കെയാണ് അന്ന് റഷ്യയുടെ പക്ഷത്തൊക്കെ നിന്നുകൊണ്ട് എന്നും ഇന്ത്യ അത്തരത്തിലൊരു കാഴ്ചപ്പാടായിരുന്നെങ്കിലും 1953 ഒരു സാമൂഹ്യ സുരക്ഷാ ബോർഡൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇത്തരത്തിലൊരു പെൻഷൻ പദ്ധതി പോലെയുള്ളതൊന്നും അന്ന് സർക്കാരിൻ്റെ ചിന്തയിലുണ്ടായിരുന്നില്ല. കാർഷിക വിപ്ലവത്തിലൂടെയും വ്യവസായ വിപ്ലവത്തിലൂടെയും ഇന്ത്യയിലെ പട്ടിണി മാറ്റാമെന്നുള്ള ധാരണയിലാണ് അന്നത്തെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ വിസ്തൃതമായ നാട്ടിൽ ഈ പട്ടിണി മാറ്റുന്നത് എളുപ്പമായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ നമുക്ക് ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതൊക്കെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന നിലയ്ക്ക് തുടങ്ങുന്നത് തീർച്ചയായും കോൺഗ്രസ്സുകാരനായ കാമരാജായിരുന്നു. 1954 തൊട്ടിട്ട് 1963 പോലെ തമിഴ്നാട് ഭരിച്ച കാമരാജായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആദ്യമായി ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന നിലയ്ക്ക് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കാണുന്ന ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെയൊക്കെ ഒരു മുതുമുത്തച്ഛൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു തുടക്കം അല്ലെങ്കിൽ മൂലകാരണം അല്ലെങ്കിൽ ഒരു മൂല പദ്ധതി എന്ന് പറയുന്നത് അതായിരുന്നു. മലബാറിലെ ഭാഗങ്ങൾ അന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ പങ്ക് കേരളത്തിലെ ഈ പ്രദേശത്തിനും കിട്ടിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് തുടങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ
ഈ സതീശൻ സാറ് പറഞ്ഞ ആർ ശങ്കറിൻ്റെ കാലത്ത് തന്നെയാണെന്നാണ് രേഖകളിലൊക്കെ കാണുന്നത്. പട്ടംതാണിപ്പിള്ളയുടെ കാലത്ത് തുടങ്ങി വെച്ചിട്ടുണ്ടോ എന്നുള്ളതിന് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് അന്വേഷണത്തിലൊന്നും കിട്ടിയില്ല. പറയുന്നതിൽ വ്യക്തതയുണ്ടെങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഒരു കാര്യം പറയാം, നമുക്കത് തുടങ്ങി വെച്ചെങ്കിലും ഒരു വലിയ തോതിലുള്ള ഒരു മൊത്തം ജനസമൂഹത്തിന് വലിയ തോതിലുള്ള ഗുണം കിട്ടുന്ന രീതിയിൽ തീർച്ചയായും ഇടതുപക്ഷം പറയുന്ന നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിവെച്ച കർഷക തൊഴിലാളി പെൻഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന വലിയൊരു ജനവിഭാഗത്തിന് 1980 EK നായനാരുടെ നേതൃത്വത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ആദ്യമായി ഒരു വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള നിലയ്ക്ക് 15 ലക്ഷത്തോളം പേർക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്. വെറും 45 രൂപയായിരുന്നു അന്ന് തുടക്കമിട്ടത്. ഇതാണ് ഇടതുപക്ഷം പറയുന്ന ഇത് തുടങ്ങി വെച്ചത് ഞങ്ങളാണെന്ന് പറയുന്ന ഒരു പദ്ധതി. അതിലും ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം സമൂഹത്തിലെ മൊത്തം ജനതയ്ക്ക് വലിയ ഗുണകരമാകുന്ന പദ്ധതിയായിരുന്നു. മറ്റതെല്ലാം ഒറ്റപ്പെട്ട വിധവാ പെൻഷൻ അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ എന്നൊക്കെ പറയുന്ന ചെറിയ തുകകൾ ചെറിയൊരു വിഭാഗത്തിന് മാത്രം കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട് 1980 നായനാരിത് തുടങ്ങി വെച്ചത്. ഇതാണ് അതിൻ്റെ പച്ചയായ പരമാർത്ഥം. ഇതാണ് നമ്മൾ ശരി തേടിയിട്ടുള്ള ശരിപക്ഷത്തിലേക്കുള്ള യാത്ര. അതിനു മുമ്പ് നമുക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കോളിളക്കം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധം ഈ പെൻഷൻ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇടുക്കിയിലെ മറിയക്കുട്ടി ഒരു മൺചട്ടിയുമായി 6 മാസത്തെ വിധവാ പെൻഷനും ബാക്കിയുണ്ടെന്നും അത് തരണമെന്നും പറഞ്ഞുകൊണ്ട് തെരുവോരങ്ങളിൽ പിച്ച എടുക്കാനായിട്ട് നടന്നിറങ്ങിയിട്ട് വലിയ പ്രതിഷേധമുണ്ട്. അത് കൊടുങ്കാറ്റായിട്ട് കേരളം മുഴുവൻ വളർന്നു. അത് പ്രതിപക്ഷം ഏറ്റെടുത്തു, BJP ഏറ്റെടുത്തു. പിന്നീട് കോൺഗ്രസ്സുകാർ ആ ഇലക്ഷനിൽ മറിയക്കുട്ടിയെ കൊണ്ടു നടന്നു, അവർക്കൊരു വീട് വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ വീടൊക്കെ വെച്ച് കൊടുത്തെങ്കിലും നരേന്ദ്രമോദിയുടെ വേദിയിൽ മറിയക്കുട്ടിയെ BJPക്കാർ കൊണ്ടെത്തുകയും സുരേഷ് ഗോപി മാസാമാസം പണം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മറിയക്കുട്ടി അവസാനം പോയിട്ട് BJPയിൽ അംഗത്വത്തോടുകൂടെ ഈ കോൺഗ്രസ്സുകാർ കഷ്ടത്തിലായിപ്പോയി. കാരണം നാണക്കേടായിപ്പോയി. വീടും വെച്ച് കൊടുത്ത അവസാനം BJPക്ക് ഒരു മെമ്പർഷിപ്പ് കൊണ്ടുകൊടുത്ത പോലെ ഈ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി. ഒരു 6 മാസത്തെ കുടിശ്ശിക വരുത്തിയിരുന്നു ഈ LDF ഗവൺമെൻറ് ഈ പെൻഷൻ പദ്ധതികളിലെല്ലാം. എന്നാൽ ഇടതുപക്ഷം എപ്പോഴും ഉയർത്തുന്നൊരു ചോദ്യമുണ്ട്. 18 മാസത്തെ കുടിശ്ശിക വെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ പിണറായി സർക്കാരുടെ ഭരണമേൽക്കുമ്പോൾ വിട്ടുപോയതെന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടുള്ള പൊരിഞ്ഞ യുദ്ധവും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പച്ചയായ പരമാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ തോമസ് ഐസക് പറഞ്ഞതും ശരിയാണ് എന്ന് പറഞ്ഞാൽ LDF പറയുന്ന വാദവും ശരിയാണ്, UDF പറയുന്ന വാദവും ഒരു പരമാവധി ശരിയാണ്. 500 രൂപ എന്നുള്ളത് 600 രൂപയാക്കിയ പെൻഷൻ അവസാനം കൊടുക്കാനായിട്ട് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്നുള്ള പദ്ധതിയിലേക്ക് ടെക്നിക്കൽ റീസൺ കാരണം ഏതാണ്ട് 10-18 മാസത്തെ പെൻഷൻ കൊടുക്കാതെ ആ സർക്കാരിന് പോകേണ്ടി വന്നു. അല്ല മറിച്ച് 3 മാസത്തെ കുടിശ്ശികയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് UDFും അവകാശപ്പെടുന്നു. ഇതിൻ്റെ നടുവിൽ എവിടെയാണോ സ്ഥിതി എന്നറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, LDF വന്നപ്പോൾ വലിയൊരു തുക അരിയേഴ്സായി ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ്. ഇതാണ് ഈ പൊരിഞ്ഞ യുദ്ധത്തിന് ഈ കുടിശ്ശികയുടെ കഥ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയം തമ്മിൽ തന്നെ നടക്കുന്നത്. അതെന്തോ ആകട്ടെ, ഇപ്പം നമുക്കിതിലേക്ക് തന്നെ വരാം. പിന്നീട് ഈ 80 തുടങ്ങിയ നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയ ഈ 45 രൂപ പെൻഷൻ പിന്നീട് എപ്പോഴാണ് വർദ്ധിപ്പിച്ചത് എന്നറിയുന്നത് നമുക്ക് കൗതുകരമായിരിക്കും. ഇതും ഇവിടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു യുദ്ധമാണ്. 30 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 45 കൊല്ലത്തൊരു ചരിത്രമായി ഈ പെൻഷൻ. അവിടെ നിന്ന് പഴയ കഥകൾ വിട്ടു കഴിഞ്ഞാൽ 80 മുതൽ 45 കൊല്ലമായി ഈ പെൻഷൻ കൊടുത്തു തുടങ്ങിയിട്ട് കേരളം. അതിൽ 45 രൂപയാക്കുന്നു. അത് പിന്നീട് കരുണാകരൻ അധികാരത്തിൽ വരുന്നു. കരുണാകരൻ്റെ കാലത്ത് വർധനമൊന്നും ഉണ്ടാകുന്നില്ല. വീണ്ടും 87 നായനാർ സർക്കാർ എന്ന അധികാരത്തിൽ വരുന്നു. 15 രൂപ കൂട്ടിയിട്ട് അത് 60 രൂപയാക്കുന്നു. അപ്പോൾ ആദ്യം കൊടുത്തത് നായനാർ, വീണ്ടും കൂട്ടിയത് നായനാർ. പിന്നീട് 91-96 കാലത്ത് കരുണാകരനും ആന്റണിയും രണ്ടുപേരും ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകുന്നു. ആ കാലഘട്ടത്തിലും വർധനവൊന്നും നടത്തിയിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. 96-ൽ വീണ്ടും നായനാർ അധികാരത്തിൽ വരുന്നു. അപ്പോഴാണ് ഈ തുക വലിയ തോതിൽ വർദ്ധിപ്പിച്ച് 60 രൂപ എന്നുള്ളത് 120 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. വീണ്ടും നായനാർ തന്നെ ഇത് വർദ്ധിപ്പിക്കുന്നു എന്ന് കാണാം. LDF ഗവൺമെൻറ് തന്നെ വർദ്ധിപ്പിക്കുന്നു. പിന്നീട് 2001-2006 സ്വാഭാവികമായിട്ടും UDF ആണ് അധികാരത്തിൽ വന്നത്. ആ കാലഘട്ടത്തിലും രൂപയൊന്നും ഒരു വർധനവും നടത്തിയില്ല.
പിന്നെ 2006 2011 VS അച്യുതാനന്ദൻ അധികാരത്തിൽ വരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇത് 500 രൂപയാക്കുന്നത്. പിന്നീട് 2011 to 2016 ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ വരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് അവസാന കാലഘട്ടത്തിൽ ഈ 500 രൂപ എന്നുള്ളത് ഇലക്ഷനോട് അടുപ്പിച്ച് ഇത് 600 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ 100 രൂപയുടെ ഒരു വർധനവ് ഉമ്മൻചാണ്ടി സാറും നടത്തി. പിന്നീട് നടന്നത് ഈ 2016 പിണറായിയാണ്. പിണറായി വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. ഈ 10 വർഷം കൊണ്ട് തന്നെ 600 രൂപ എന്നുള്ളത് 1100 ആക്കുന്നു, 1600 ആക്കുന്നു, ഇപ്പോൾ അത് 2000 രൂപയാകുന്നു. അപ്പോൾ 10 വർഷം കൊണ്ട് 600 എന്നുള്ളത് ഏതാണ്ട് 2000 രൂപയാക്കുന്നു എന്ന് പറഞ്ഞാൽ 1400 രൂപയുടെ വർധനവ് ഈ 10 വർഷം കൊണ്ട് ഈ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ ഈ ശരി തേടിയുള്ള യാത്രയിൽ നമുക്ക് മനസ്സിലായത്. ഇനിയെല്ലാം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. 45 കൊല്ലത്തെ ഈ പെൻഷൻ ചരിത്രമെടുത്താൽ അതിൽ കോൺഗ്രസിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് 100 രൂപ വർധനവാണെന്നാണ് നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ബാക്കിയെല്ലാം രാഷ്ട്രീയ വിവാദങ്ങൾക്കും നമ്മുടെ പ്രേക്ഷകർക്കും വിട്ടുകൊടുക്കാം. അവർ തീരുമാനിക്കട്ടെ ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത്. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ഇത് ചില വസ്തുതകൾ കണ്ടെത്തലാണ്. ഇത് സ്പേസ് മലയാളം തേടിയ യാത്രയിൽ കണ്ട ചില വിവരങ്ങളാണ്. രാഷ്ട്രീയമായ വിയോജിപ്പുകളും യോജിപ്പുകളും ഉണ്ടാകാം. പക്ഷെ നമുക്കിവിടെ രാഷ്ട്രീയമല്ല, ചില ചരിത്ര വസ്തുതകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഈ വസ്തുതകൾ മനസ്സിലാക്കണം. ഇത് നോക്കിയാണോ ജനം വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് നോക്കിയും ജനങ്ങൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.